الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-അംബിയ 101 102 വചനങ്ങൾ നോക്കൂ നിങ്ങൾ. ഇന്നല്ലദീന സബഖത് ലഹും, ഇന്നല്ലദീന നിശ്ചയമായും ഒരു കൂട്ടർ, സബഖത് ലഹും അവർക്ക് മുൻകടന്നു, മിന്നാ നമ്മിൽ നിന്നും, അൽ ഹുസ്ന ഏറ്റവും നല്ലത് അല്ലെങ്കിൽ സൽവാർത്ത മുൻകടന്ന ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. കൃത്യമായി അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും അതിനനുസൃതമായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് സന്തോഷ വാർത്ത മുൻകടന്നു പോയിട്ടുണ്ട്. സൽവാർത്ത ത്തിൽ വെച്ച് കടന്നു പോയിട്ടുണ്ട്, അത് മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കൃത്യമായ ആ സ്വർഗീയ സുഖം അവർക്ക് ലഭിക്കുമെന്നുള്ളത്, അതാണ് ഇവിടെ ഉദ്ദേശം. ഉലൈക അക്കൂട്ടർ, അൻഹാ അവരെ തൊട്ട്, മുബഅദൂൻ അത് ദൂരത്താക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞാൽ മുൻ ആയത്തിൽ വിശദീകരിച്ച ആ നരകവും നരകശിക്ഷയും അതിൽ നിന്നും അവർ ദൂരത്താക്കപ്പെടുന്നതാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ സൽവാർത്ത, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർക്ക്, അവർക്ക് നോക്കൂ നിങ്ങൾ, ആ നരകത്തെ തൊട്ട് അവർ ദൂരത്താക്കപ്പെടുന്നതാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം പറയുന്നു, ലാ യസ്മഊന ഹസീസഹാ അതിന്റെ ഒരു ഒച്ചപ്പാട് പോലും, അതിന്റെ ഒച്ചകൾ പോലും അവർ കേൾക്കുകയില്ല. ആ നരകത്തിന്റെ ഗർജനം അല്ലെങ്കിൽ അതിന്റെ ആ അനിഷ്ടകരമായ യാതൊരു തരത്തിലുള്ള ശബ്ദവും ആ സ്വർഗവാസികൾ കേൾക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഹും അവർ ഫീമാ യാദുലായിരിക്കും, ഇഷ്തഹത്ത് അൻഫുസുഹും അവരുടെ സ്വദേഹങ്ങൾ ഇച്ഛിച്ച ആഗ്രഹിച്ചതിലായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗീയ സുഖാഡംബരത്തിലായിരിക്കും. ഖാലിദൂൻ അവർ അതിൽ നിത്യവാസികളായിരിക്കും. ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും. അവിടെയുള്ള ആ സ്വർഗത്തിലുള്ള സുഖങ്ങൾ, ആ സുഖൈശ്വര്യങ്ങൾ ഒരിക്കലും അത് കാലത്തും അതവർക്ക് തടയപ്പെടുകയില്ല, അല്ലെങ്കിൽ ആ സുഖങ്ങൾ മുറിഞ്ഞു പോകുകയുമില്ല. അതിപ്രവിശാലമായ സ്വർഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നു, ഒരു മരത്തിന്റെ, സ്വർഗത്തിന്റെ ഒരു മരത്തിന്റെ തണലിൽ നിങ്ങൾ വിശ്രമിക്കുകയാണെങ്കിൽ ആ തണലിന്റെ വിശാലത ഒരു വാഹനപ്പുറത്തേറിയ ഒരു വ്യക്തി 100 വർഷം സഞ്ചരിച്ചാലും ആ സ്വർഗത്ത് ആ തണലിൽ മുറിച്ചു കടക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത്രയും വിശാലമായ ആ തണലിന്റെ ലോകത്തേക്കാണ്, ആ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ലോകത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ആ വിളിക്ക് നാം ഉത്തരം നൽകണമെന്നൊക്കെയാണ് ഈ പറയുന്നത്. ഈ ഐഹികമായ ദുനിയാവിന്റെ സുഖാഡംബരത്തിൽ മുഴുകിക്കൊണ്ട് ഒരിക്കലും ആ പ്രവിശാലമായ, എന്നെന്നും ഒരിക്കലും അവസാനിക്കാത്ത ആ സ്വർഗീയ സുഖം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊക്കെയാണ് ഇത്തരമായത്തിൽ കൂടി നമുക്ക് നൽകുന്ന സൂചന. ഇത്രയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.